ഹലോ ഹായ് നമസ്കാരം. ഞാനേ അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല പഴുത്ത ചക്കയുടെ മണം. അപ്പോൾ നോക്കുക നമ്മുടെ ചേച്ചി ഇവിടെ കാര്യമായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇതെന്താണ് പലഹാരമെന്ന്. ഹായ് ചേച്ചി. ഹായ്. ചേച്ചി എന്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാന് ചക്ക കൊണ്ടൊരു കുമ്പളപ്പം ആണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് കുമ്പളപ്പം. എലമംഗലത്തിന്റെ ഇലയിലാണ് പകുതിയോളം ഉണ്ടാക്കുന്നത്. കാരണം അത്രേ ഇലയുള്ളൂ. പിന്നെ ഇത് ഇന്നലെ ചേച്ചീന്റെ വീട്ടിൽ പോയപ്പോഴേ ചേച്ചി തന്നതാണ്. ചേച്ചി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് കുറച്ചൊരു വാട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇല കഴിയാനായി. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വാഴയിലയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനി ഇത് ഉണ്ടാക്കിയതിന് ശേഷം, ഇത് വെന്തതിന് ശേഷമേ ഞാൻ ഇനി വാഴയിലയിൽ ഉണ്ടാക്കുള്ളൂ. വാഴയിലയിൽ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. പിന്നെ ഇത് എടുത്തതിന് ശേഷം വാഴയിലേൻ്റെതും എടുത്തു വെക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് പൊടിയിലാണ് ഇത് ഉണ്ടാക്കാറ് ഈ പലഹാരം? സാധാരണ അരിപ്പൊടി തന്നെയാണ്. പണ്ട് മുതലേ ഞങ്ങൾ അരിപ്പൊടിയിലാണ്. വിഷു ഒക്കെ വരുമ്പോ ഞങ്ങള് കൂടുതൽ ചക്ക ഉണ്ടാകുന്ന കാലാണല്ലോ. അപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, അരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ പച്ചരി അധികം കിട്ടാറില്ല ആ കാലത്തൊക്കെ. അപ്പം നമ്മള് ചോറ് വെക്കുന്ന അരിയുടെ ചെറിയ പൊടികരികളൊക്കെ അച്ചമ്മമാരൊക്കെ അച്ചമ്മയൊക്കെ ഇങ്ങനെ ഭരണിയിൽ എടുത്തു വെക്കും. അപ്പൊ ഈ വിഷുവിനേക്ക് സൂക്ഷിച്ചു വെക്കുന്ന. അപ്പൊ നമ്മൾ വിരുന്നുകാർക്കും എല്ലാവർക്കും കൊടുക്കാലോ, ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കണം. അപ്പൊ ഈ അരി വെള്ളത്തിലിട്ട് നന്നായിട്ട് അരയ്ക്കും. അന്ന് മിക്സി ഇല്ല, അമ്മീമല് വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്ത് ഉരുട്ടി അരച്ചെടുക്കും. എന്നിട്ട് ഈ ചക്ക കൂട്ടി കുഴക്കുക ചെയ്യുക. ശർക്കര ഉരുക്കിയതും ഇതിലോ തന്നെ ഒഴിക്കും. ശർക്കര ഉരുക്കിയതും ഈ അരച്ചതും ഈ ചക്കയും കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ചെടുക്കും. അത് ശർക്കര വെള്ളമാണോ? അത് ഇത് ശർക്കര വെള്ളം. ഇത് ഞാനിങ്ങനെ ഇത് എടുക്കുമ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര വെള്ളം കൂട്ടി ചേർത്ത് എടുത്താൽ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ചേച്ചി ചെറുപ്പം മുതലേ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്? ഇത് ഞങ്ങള് ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നൊരു അപ്പാണിത്. കാരണം ചക്ക നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് എന്താ പറയാ, സ്കൂൾ അടച്ചാ പിന്നെ ഈ ചക്ക പലഹാരം ഇതാണ് ഉണ്ടാക്കുക. പിന്നെ ചക്ക നമ്മൾ പഴുത്ത ചക്ക ഉണക്കി പിന്നെ എന്താ പറയാ എടുത്തു വെക്കും. മഴക്കാലത്തൊക്കെ വറുത്ത് തിന്നാനും പച്ച തന്നെ ഉണക്കി വെക്കും ഒക്കെ. അതേപോലെ പഴുത്ത ചക്കയും ഉണക്കി വെക്കും. പിന്നെ ചക്കക്കുരു അന്ന് വിറകുവരയൊക്കെ ഉണ്ടാവും. ഇന്നുള്ളവർക്ക് വിറകുവര ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. വിറകുവരയിൽ മണ്ണിലിട്ട് വെക്കും. മണ്ണിലിട്ട് വെക്കും. നമ്മൾ ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ട് ഈ ചക്കക്കുരു ഇതിലിട്ട് വെക്കും. ഒരു കവറിൽ കെട്ടിയിട്ടാണോ? കവറിൽ കെട്ടണം. കവർ ഉണ്ടാവൂല അന്നൊന്നും. നമ്മള് ഈ മണ്ണിലിട്ട് വെച്ചാല് മുളയ്ക്കും. എന്നാലും മുളയ്ക്കും തോറും ചക്കക്കുരുവിന് ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നമ്മള് മഴക്കാലത്ത് ചക്കക്കുരു, മുരിങ്ങയില, ചീരയില അങ്ങനെ എല്ലാം കൂടെ കൂട്ടി എന്നും തന്നെ കറി ഉണ്ടാക്കും എല്ലാരും. ഉള്ളവരുണ്ടാക്കുമോ എനിക്കറിയില്ല. ഇപ്പൊ ഉള്ളവർക്ക് ചക്കക്കുരു പറ്റുമോന്നും അറിയൂല. ഏതായാലും അങ്ങനെയാണ്. പിന്നെ ഈ ഇല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ ഇല നമുക്ക് ഇതിന്റെ കൊഴുപ്പുണ്ടാവും. ചെറിയ ഇലയാവുമ്പോ ഈ കുഞ്ഞു ഇലകൾ മൂക്കുന്നതിന് മുമ്പ് ഒരു ലൈറ്റ് റോസ് നിറത്തിലായിരിക്കും ഉണ്ടാവുക. ഇത് മൂക്കുമ്പോഴാണ് ഈ കളറ്, പച്ച കളറ്. അപ്പൊ നമ്മൾ അത് കുത്തി പിഴിഞ്ഞിട്ട്, പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ചാണകം തേക്കുമായിരുന്നു. സിമന്റ് ഒന്നും അന്ന് ആ കാലത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ചാണകം തേക്കാൻ വേണ്ടിയിട്ട് ഇത് കുത്തി പിഴിഞ്ഞിട്ട് ആ ചാണകത്തിൽ കൂട്ടി കുഴച്ചിട്ട് തേക്കുമ്പോൾ നല്ല നിലത്തിന് നല്ല മണവും കിട്ടും. നല്ല കൊഴുപ്പായതുകൊണ്ട് അച്ചമ്മയ്ക്കൊക്കെ വടിച്ചെടുക്കാൻ ഇങ്ങനെ നിലത്ത് വടിക്കണല്ലോ. അപ്പൊ ആ വടിക്കുമ്പോ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ ചേർത്ത് പിന്നെ കുഴച്ച് വെക്കും. വെള്ളത്തിൽ തിളപ്പിച്ച് വെക്കും. അപ്പൊ നല്ല കൊഴുപ്പായിരിക്കും. പിന്നെ അത് മാത്രല്ല തലയിൽ തേക്കും. താളി പോലെ തേക്കും. അതും നല്ല കൊഴുപ്പായിരിക്കും. അപ്പൊ തലയ്ക്ക് നല്ല മണമാണ്. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക ഒരു തണുപ്പും കൂടി ഉണ്ട്. എലമംഗലത്തിന്റെ എലമംഗലം, അല്ലെങ്കിൽ ഇതിന് വഴനയില എന്നാ പറയുന്നത്. അപ്പൊ ഈ ഇല കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവോ? ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ കോഴിക്കോടും പിന്നെ ഞങ്ങള് അങ്ങനെ പല സ്ഥലത്തും എല്ലായിടത്തും തന്നെ കാണും. ഇനിയിപ്പോ എല്ലാരും മരം മുറിച്ച് കളഞ്ഞോന്നൊന്നും അറിയില്ലല്ലോ. മരത്തിന്റെ ഒരു പ്രത്യേക നിറം ഉണ്ടാവും. കുറേ മൂത്ത് കഴിഞ്ഞാൽ വലുതായ ഒരു വെളുത്ത നിറമായിരിക്കും. വലിയ ഉയരത്തിലുള്ള മരമാണോ അത്? നല്ല ഉയരത്തിൽ പോവും. നല്ല ഉയരത്തിൽ തന്നെയാ പോവാ. ഞങ്ങളൊക്കെ തോട്ടി കൊണ്ടൊക്കെ ആയിരുന്നു പറിക്കല്. പിന്നെ ചക്ക നമ്മള് ഇത് മിക്സിയിലൊന്നും അടിച്ചതല്ല കേട്ടോ. ഇത് ചക്ക നമ്മളല്ലാതെ തന്നെ വേവിച്ച് ശർക്കരയും ഉരുക്കി ഒഴിച്ച് വേവിച്ച്
പിന്നെ അടുപ്പത്ത് വെച്ച് നല്ലോണം തീയിൽ വേവിക്കേണ്ട, തീ കണലിൽ ഇങ്ങനെ വെച്ച് 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 ഇത് വേവിക്കുക ചെയ്യാം. ഇത് മിക്സിയിൽ അടിച്ചിട്ടില്ല, അതാ ചക്ക കണ്ടോ കുറച്ചൊരു നൂല് പോലെ ഇങ്ങനെ വേണം. അപ്പോഴാണ് ഈ ചക്ക. മിക്സിയിൽ അടിച്ചാൽ പിന്നെ അധികം വെള്ളവും ആയി പോവും, അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇതിങ്ങനെ എന്താ പറയാ, ശർക്കരയിൽ ചേർത്ത് വേവിച്ചെടുത്തിട്ട് ഈ പൊടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നെയ്യുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ല തേങ്ങാക്കൊത്തുണ്ട് ഇതിൽ, തേങ്ങ നല്ലോണം. അപ്പൊ നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എത്ര കഴിച്ചാലും വയറിന് അസുഖമോ അല്ലെങ്കിൽ മടുക്കേ ഒന്നുമില്ല. നമുക്ക് എത്ര വേണേലും സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെക്കുന്തോറും ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വെക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്തോറും ഒന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. എന്നാലും ഇത് പിന്നെയും ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയി വരിക ചെയ്യാം. ചക്ക എത്രത്തോളം വേകുന്നു അത്രയും ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് ഇത്. ഇനി ഇതാ വാഴയിലയിൽ ഞാൻ കാണിച്ചു തരാം. വാഴയിലയിൽ ഇനി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഇല കഴിഞ്ഞു, അതുകൊണ്ട് ഇനി വാഴയിലയിൽ എടുക്കാന്ന് വെച്ച് ഇങ്ങനെ വാഴയില ഞാൻ ഇങ്ങനെ ആക്കും. ഒരു സ്റ്റൈല് കിട്ടണമല്ലോ അപ്പത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് നിറയ്ക്കും. എന്നിട്ട് ലേശം കൂടി നിറയ്ക്കും. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നിറച്ചതിന് ശേഷം ഇങ്ങനെ ഈ ഇല ഇങ്ങോട്ട് മടക്കുക. ത്രികോണം ആയി വരും. അപ്പോൾ ഈ തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ, ഇതിൽ പോവാതെ. ഇതിൽ നീർക്കളൊന്നും കുത്താൻ പറ്റില്ല, കുത്തിയാൽ അത് ഇതാവും. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത്ര പണിയേ ഉള്ളൂ, പ്രത്യേകിച്ച് പണി. അപ്പം ചേച്ചി പറഞ്ഞില്ലേ എലമംഗലത്തിന്റെ ഇല കൊണ്ടാണ് ഇത് ഉണ്ടാക്കാന്ന് കൂടുതൽ ആൾക്കാരും. അപ്പൊ എന്റെ ഒരു സംശയം, ഇത് എലമംഗലത്തിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ വാഴ ഇല കൊണ്ട് ഉണ്ടാക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക? ഏറ്റവും ടേസ്റ്റ് എലമംഗലത്തിന്റെ ഇല തന്നെയാണ്. ഈ ഇലക്കി എന്ന് പറഞ്ഞാൽ, എലമംഗലത്തിന്റെ ഇല എന്ന് പറഞ്ഞാൽ ഒരു ഏലക്കായ, നല്ല ഏലക്കായ തന്നെയാണിത് ശരിക്കും. ഏലക്കായന്റെ ഇല, പണ്ടൊക്കെ ഏലക്കായ ഒന്നും അങ്ങനെ വാങ്ങൂലായിരുന്നു. ഒന്നാമത് അത് ഓർത്തിട്ടാണ്